ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും കടങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാരെല്ലാം പറഞ്ഞ് കൊള്ളാൻ നല്ല ഫുഡാന്നൊക്കെ പറയുന്നത്. മുന്നോട്ട് വിജയിക്കുവാണെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ തുടങ്ങാന്നുള്ള ഇതിലാണ്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കഴിഞ്ഞിട്ട് കാരിച്ചാൽ കൈപ്പള്ളി മുക്കിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പം ചിക്കൻ ബിരിയാണിയായിട്ട് രണ്ടുപേരെ കാണാനിടയായി. അപ്പോൾ ഏകദേശം ടൈം എന്ന് പറയുന്നത് 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരൊന്ന് പരിചയപ്പെടാം. ഒരു ചേച്ചിയും ചേട്ടനും ഉണ്ട്. ചിക്കൻ ബിരിയാണിയാണ്, 120 രൂപയുടെ ചിക്കൻ ബിരിയാണി. രണ്ടുപേരുടെ പേരെന്ന് പറഞ്ഞോ? എൻ്റെ പേര് മാളു. മാളു. ചേട്ടൻ്റെ പേരെന്തോ? രഞ്ജിത്ത്. നിങ്ങൾ ഈ ബിരിയാണിയുടെ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി? ഞങ്ങൾ ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നലെ തുടങ്ങിയാണോ? അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നു. ഓക്കെ. അപ്പം ഇങ്ങനെ ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള കാര്യം എങ്ങനെയാണ്? എൻ്റെ ഭർത്താവിന് 1.5 മാസം കൂടെ ആക്സിഡൻ്റ് ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് ജീവിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടും കടങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് തുടങ്ങിയാൽ വിജയിക്കുമെന്നോർത്ത് തുടങ്ങിയതാ. തീർച്ചയായിട്ടും വിജയിക്കും. ചേട്ടൻ എന്താണ് ബുദ്ധിമുട്ടുണ്ടായത്? വണ്ടിയിൽ നിന്ന് വീണ് കാലിനൊക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുവാണല്ലേ? എന്ത് ജോലിക്കായിരുന്നു ചേട്ടൻ പോയിക്കൊണ്ടിരുന്നത്? കമ്പിപ്പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണ്? ഞങ്ങളുടെ വീട് കൈപ്പള്ളി മുക്കിൽ പടിഞ്ഞാറ് വശം. അപ്പോൾ രാവിലെ ഈ ബിരിയാണിയുടെ പരിപാടിയൊക്കെ ആരാ ചെയ്യുന്നത്? ചേച്ചിയാ ചെയ്യുന്നത്. ചേച്ചി നന്നായിട്ട് ബിരിയാണി വെക്കുമോ? അപ്പോൾ ചേച്ചി നന്നായിട്ട് ബിരിയാണി വെക്കും. വെളുപ്പിന് എത്ര മണിയാകുമ്പോൾ തുടങ്ങും ബിരിയാണിയുടെ പരിപാടിയൊക്കെ? വൈകിട്ടെല്ലാം ഞങ്ങൾ എല്ലാം ചെയ്ത് വെക്കും. അരിഞ്ഞ് വറുത്ത് കോരിയൊക്കെ വെക്കും. രാവിലെ പിന്നെ റൈസൊക്കെ വേവിക്കും. നമ്മൾ ഏതൊക്കെ ബിരിയാണിയാണ് ചെയ്യുന്നത്? ചിക്കൻ ബിരിയാണിയാണോ? ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? അഭിപ്രായം എങ്ങനെയുണ്ട്? ആൾക്കാരെല്ലാം പറഞ്ഞ് കൊള്ളാൻ നല്ല ഫുഡാന്നൊക്കെ പറയുന്നത്. നല്ല ഫുഡാണെന്നൊക്കെയാ പറയുന്നത് അല്ലേ? മുന്നോട്ട് വിജയിക്കുവാണെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ തുടങ്ങാന്നുള്ള ഇതിലാണ്. ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തതാണല്ലേ? വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട. ചേട്ടൻ്റെ കാലിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്തേക്ക് നമുക്ക് കുട്ടികളുണ്ടോ? ഉണ്ട്, 2 പേരുണ്ട്. ആണല്ലേ? അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിനുവേണ്ടിയാണ് ഈ ബിരിയാണി പാക്കറ്റുകളുമായിട്ട് ഈ റോഡരികിൽ വന്ന് നിൽക്കുന്നത്.